ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് സബ്സിഡി കിട്ടുന്ന ഒരു വിലക്കുറവിലുള്ള, അപ്പോൾ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രഷ് കട്ടറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ വില കുറഞ്ഞ ബ്രഷ് കട്ടർ സബ്സിഡിയിൽ ഇല്ലെന്ന്. അപ്പോൾ തന്നെ വില കുറഞ്ഞ ഉണ്ടാവാം, പക്ഷേ അത് തീരെ ക്വാളിറ്റി കുറവുണ്ടായിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമുക്കറിയാം, കൂടുതൽ ബ്രഷ് കട്ടറുകളും വരുന്നത് 20,000 രൂപയുടെ മുകളിലൊക്കെയാണ് സബ്സിഡിയിൽ വരുന്നത്. അപ്പോൾ തന്നെ കർഷകന് ഏകദേശം അതിൻ്റെ 50% കിട്ടിയാലും, സബ്സിഡി കിട്ടിയാലും ഒരു 10,000 രൂപ അല്ലെങ്കിൽ 10,000-ന് മുകളിലൊക്കെ സബ്സിഡിയുടെ നമ്മുടെ ഓഹരി കൊടുക്കേണ്ടി വരും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബ്രഷ് കട്ടർ സബ്സിഡി ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ വിലക്കുറവുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഒരു ബ്രഷ് കട്ടറാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിക്കോ ജപ്പാൻ എന്ന ബ്രഷ് കട്ടറാണ്. JJNI-WP 243 എന്ന മോഡലാണിത്. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 43cc ആണ്. ഇതിൻ്റെ പൈപ്പ് ഡയമീറ്റർ 28 mm ആണ്. അതായത് നോർമൽ അറ്റാച്ച്മെൻറ്റുകളെല്ലാം ഇതിൽ സെറ്റാകും. നിക്കോ ഒരു ഇന്ത്യൻ മെയ്ഡ് ബ്രഷ് കട്ടറാണ്. ഇതിൻ്റെ ഷാഫ്റ്റ് സെറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ A to Z എല്ലാ ഡീറ്റെയിൽസും ഈ ബ്രഷ് കട്ടറിൻ്റെ കവറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട്. MRP 15,500 കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് 9 കിലോ. അതുപോലെ മറ്റ് ഡീറ്റെയിൽസും അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നല്ലൊരു ഷോൾഡർ ബെൽറ്റ് ഉണ്ട്. നിക്കോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ട്രിമ്മർ ഹെഡ്, ടൂൾസ് കിറ്റാണ്. നമുക്ക് ഈ ബ്രഷ് കട്ടറിന് വേണ്ടുന്ന എല്ലാ ടൂൾസും ആ കിറ്റിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ബ്ലേഡാണിത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇനി നമുക്ക് ഷാഫ്റ്റ് സെറ്റിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം.
സബ്സിഡിയിൽ ലഭിക്കുന്ന ബ്രഷ് കട്ടറിലെല്ലാം അതിലൊരു നമ്പർ കാണും. ചേസ് നമ്പറും എൻജിൻ നമ്പറും ഒക്കെ കാണും. ഇതിൻ്റെ ഷാഫ്റ്റിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിനിലും നമ്പറുണ്ട്. ഈ ബ്രഷ് കട്ടറിൻ്റെ സ്റ്റാർട്ടർ സെറ്റിൻ്റെ പിന്നിലും നിക്കോ ജപ്പാൻ എന്നും അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ബ്രഷ് കട്ടറിൽ ഏറ്റവും നല്ല മൈലേജ് കിട്ടുന്ന ഒരു കാർബറേറ്ററാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഷാഫ്റ്റ് സെറ്റ് എൻജിനിലേക്ക് പിടിപ്പിക്കാം. അതിനായിട്ട് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് 4 ബോൾട്ടുകൾ വന്നിട്ടുണ്ട്. അതുപയോഗിച്ചാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഹൗസിംഗ് പിടിപ്പിക്കാനുള്ള 4 ബോൾട്ടുകൾ 5 mm അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിയൊക്കെ നമ്മുടെ ടൂൾസ് കിറ്റിൻ്റെ കൂടെ ഉണ്ട്. ഹൗസിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാൻഡിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മുടെ ടൂൾസ് കിറ്റിൻ്റെ കൂടെ 4 mm അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. അതുപയോഗിച്ചാണ് നമ്മൾ അഴിക്കുകയും പിടിപ്പിക്കുകയും ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഹാൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി ഇതിൻ്റെ ഹൗസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹൗസിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. റബ്ബർ ബുഷ് ഒന്നുമില്ല. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ എയർ ഫിൽറ്ററാണ്. ഇതിൽ 2 സ്പോഞ്ചാണ് വരുന്നത്. അതുകൊണ്ട് ഒട്ടും പൊടിയോ മണലോ ഒന്നും പിസ്റ്റൻ്റെ ഉള്ളിലേക്ക് കാർബറേറ്ററിൽ കൂടി പോവുകയില്ല. സാധാരണ നമുക്കറിയാം ഓയിൽ എത്ര ഒഴിച്ചാലും ചിലപ്പോൾ പിസ്റ്റണൊക്കെ സ്ക്രാച്ച് വരുന്നത് കാണാം. അതിൻ്റെ കാരണം എയർ ഫിൽറ്ററിൽ കൂടെ മണ്ണും പൊടിയും ചെറിയ തരി കല്ലുകളൊക്കെ പിസ്റ്റണിലേക്ക് ചെന്ന് സ്ക്രാച്ച് വീഴുന്നതാണ്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കുറവ് ആകാനെ കൊണ്ടാണ് ഈ 2 സ്പോഞ്ച് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ട്രിഗർ നോക്കുകയാണെങ്കിൽ നല്ല നമുക്ക് കൺട്രോൾ ചെയ്ത് വർക്ക് ചെയ്യാവുന്ന നല്ല വില കൂടിയ ബ്രഷ് കട്ടറുകളിൽ വരുന്ന ടൈപ്പ് ട്രിഗറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഇതിൻ്റെ ഗിയർ സെറ്റാണ്. വളരെ വില കൂടിയ ബ്രഷ് കട്ടറുകളിൽ വരുന്ന ടൈപ്പ് ഗിയർ സെറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് ഗ്യാപ്പൊക്കെ കുറവുള്ള, അതായത് നമ്മൾ ട്രിമ്മർ ഹെഡ് പിടിപ്പിക്കുമ്പോൾ ഗ്യാപ്പൊക്കെ വളരെ കുറവായിരിക്കും ഇതിന്. ഇനി ഇതിൻ്റെ ട്രിമ്മർ ഹെഡാണിത്. ഇത് സ്റ്റിൽ ബ്രഷ് കട്ടറുകളിൽ വരുന്ന അതേ മോഡലിലുള്ളൊരു ട്രിമ്മർ ഹെഡാണ് ഇതിൻ്റെ കൂടെ അവർ തന്നിരിക്കുന്നത്. സ്റ്റിൽ മോഡൽ ട്രിമ്മർ ഹെഡ് എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് ട്രിമ്മർ ഹെഡ് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതൊന്ന് തിരിച്ചു വെക്കണം. സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ അല്ലെങ്കിൽ കൊണ്ട് ലോഡ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇത് ടൈറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ അഴിക്കുന്ന സൈഡിലേക്ക് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ട്രിമ്മർ ഹെഡ് ഇപ്പോൾ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രഷ് കട്ടർ എടുത്ത് തിരിച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. $40 മില്ലി 2T 1 ലിറ്റർ പെട്രോളിൽ എന്ന റേഷ്യോയിൽ കലർത്തിയ പെട്രോളാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ പ്രൈമർ ബൾബ് അമർത്തി കാർബറേറ്ററിലേക്ക് പെട്രോൾ ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ചോക്ക് മുകളിലേക്ക് ഇടുക. ബ്രഷ് കട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബ്രഷ് കട്ടർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ചോക്ക് താത്തി കൊടുത്തുകൊണ്ട് വേണം ആക്സിലേറ്റർ കൊടുക്കാൻ. സൗണ്ടൊക്കെ നല്ല സ്മൂത്താണ്. നല്ല മൈലേജുള്ള ഇന്ത്യൻ നിർമ്മിതമായ ഈ ബ്രഷ് കട്ടറിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലുള്ള വില 14,000 രൂപയാണ്. അതായത് 50% സബ്സിഡി ലഭിക്കുകയാണെങ്കിൽ 7,000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ ബ്രഷ് കട്ടർ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.